മക്കളെ, നമ്മൾ ആൾജിബ്രൈക് ഐഡൻറ്റിറ്റി പഠിച്ചപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫാക്ടറൈസ് 2197 എ ക്യൂബ് മൈനസ് 1. ഇത് വളരെ വിചിത്രമായൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഓരോ നമ്പറുകളുടെയും ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കേണ്ടത്, അതിനൊരു മെത്തേഡുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിനെ ഒരു നമ്പറിൻ്റെ എക്സ് എ ദ ഹോൾ ക്യൂബ് എന്ന ഫോമിലേക്ക് കൊണ്ടുവന്നാൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലേക്ക് വരും. അതിന് നമുക്ക് 2197 ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതിന് സാർ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നമുക്കൊരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ 2197, നമുക്കിതിൻ്റെ ക്യൂബ് റൂട്ട്, ഇത് ഏത് നമ്പറിൻ്റെ ക്യൂബാണ് 2197? നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു 3 വെച്ച് തിരിക്കണം. ഈ 197 അങ്ങ് മാറ്റിയെടുക്കുക. അതിനുശേഷം 197 കഴിഞ്ഞാൽ പിന്നെ 2 ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ 2വിൻ്റെ താഴെ 2 വരെ നമുക്ക് 1 ക്യൂബ് 1 വരും. 2 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് 8 വരും. അത് ഈ 2വിനേക്കാൾ വലുതാണ്. അപ്പോൾ ഈ 2വിൻ്റെ താഴെയുള്ള നമ്പർ എപ്പോഴും 1 ആയതുകൊണ്ട് ആദ്യത്തെ നമ്പർ 1 ആയിരിക്കും. ഇനി നമുക്ക് 197 ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. 1ൻ്റെ ക്യൂബ് എടുക്കുമ്പം ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 2വിൻ്റെ ക്യൂബ് എടുക്കുമ്പം 8 ആയിരിക്കും. ഇത് മക്കൾ എഴുതി വെക്കണം. 3യുടെ ക്യൂബ് എടുക്കുമ്പോൾ 3 × 3 × 3 27 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. 4ൻ്റെ ക്യൂബ് എടുക്കുമ്പം ലാസ്റ്റ് ഡിജിറ്റ് 4 × 4 16, 4 4 16, പിന്നെ ഒരു 4 കൂടി വരുമ്പം 6 4 24, ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. 5ൻ്റെ ക്യൂബ് 125 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 6ൻ്റെ ക്യൂബ് ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 7ൻ്റെ 3, 8ൻ്റെ 2, 9ൻ്റെ 9. ഇത് മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഈ നമ്പറുകളുടെ ക്യൂബ് എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 197ലെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. നമ്മൾ നോക്കിയേ, 3യുടെ ക്യൂബ് എടുക്കുമ്പോഴാണ് ലാസ്റ്റ് ഡിജിറ്റ് 7 കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 1ൻ്റെ റൈറ്റ് സൈഡിൽ 3 ഇട്ടാൽ നമുക്കറിയാം 13 × 13 × 13 ആണ് 2197. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ഒന്ന് നോക്കാം. നമുക്ക് 19863, ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്? നമ്മൾ ഇവിടുന്ന് 3 തിരിച്ചു, 863 മാറി, ബാക്കി 19 ഉണ്ട്. ഈ 19 എന്ന് പറയുമ്പം നമുക്കറിയാം 2 ക്യൂബ് 8 ആണ്, 19ൻ്റെ താഴെ വന്നു. ഇനി 3 ക്യൂബ് 27 ആണ്, 19നേക്കാൾ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഡിജിറ്റ് 2 ആയിരിക്കും. ഇനി എന്ത് ചെയ്യും? ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, ലാസ്റ്റ് ഡിജിറ്റ് 3 വന്നു കഴിഞ്ഞാൽ നമുക്കിത് 7ൻ്റെ ക്യൂബാണ് ലാസ്റ്റ് ഡിജിറ്റ് 3 വരുന്നത്. അപ്പം നമ്മൾ 1 മുതൽ 9 വരെയുള്ള ഈ ലിസ്റ്റ് അറിഞ്ഞിരിക്കണം. 1ൻ്റെ ക്യൂബിലെ ലാസ്റ്റ് ഡിജിറ്റ് 1, 2ൻ്റെ 8, 3ൻ്റെ ക്യൂബിലെ ലാസ്റ്റ് ഡിജിറ്റ് 7, അങ്ങനെ 4 മുതൽ 9 വരെയുള്ള ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അറിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 വരുമ്പോഴേ 7ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് ഈ 2വിൻ്റെ കൂടെ 7 കൂടി ചേർത്താൽ 27 ആയിരിക്കും 19863ൻ്റെ ക്യൂബ് റൂട്ട്. അതായത് 27 × 27 × 27 ആയിരിക്കും ഈ നമ്പർ. അപ്പോൾ ഇങ്ങനെ ക്യൂബ് റൂട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2197 എന്ന് പറഞ്ഞാൽ 13 ആണ്. ഉടനെ നമുക്ക്
ഇവിടെ 13, ഇതിൻ്റെ ക്യൂബ് റൂട്ട് 13 ആയതുകൊണ്ട് 13a ദ ഹോൾ ക്യൂബ് -1. നമ്മളൊന്ന് ചെയ്ത് നോക്കിയേ. 13a ദ ഹോൾ ക്യൂബ് -1. ഇനി നമുക്ക് സാധാരണ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാം. a ക്യൂബ് മൈനസ് ബി ക്യൂബ്, ഇതിനെ നമുക്ക് 1 ക്യൂബ് എന്ന് പറയാം, ഈസ് ഈക്വൽ ടു a മൈനസ് ബി ഇൻറ്റു, അതായത് 13a മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പം 169a സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി 13a ഇൻറ്റു 1, അതായത് 13a പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ 13a മൈനസ് 1 ഇൻറ്റു 169a സ്ക്വയർ പ്ലസ് 13a പ്ലസ് 1. അപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഓരോ നമ്പറുകളുടെയും ക്യൂബ് റൂട്ടുകൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണുന്നതെന്നുള്ളത് പഠിച്ചിരിക്കുക. അപ്പോൾ സാറി പറഞ്ഞ മെത്തേഡ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒക്കെ ക്യൂബ് റൂട്ട്, ഏത് നമ്പർ ഇവിടെ വന്നാലും അതിൻ്റെ ക്യൂബ് റൂട്ട് കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യൂബുള്ള നമ്പറേ അവർ തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നമ്പർ അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് കാണാനായിട്ട് നമ്മൾ ഈ ടെക്നിക്ക് ഓർത്തിരിക്കുക. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ക്യൂബ് റൂട്ടിൻ്റെ ട്രിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതോടൊപ്പം സാറിൻ്റെ വീഡിയോയെക്കുറിച്ച് പറയുക. എല്ലാ കൂട്ടുകാരെ കൊണ്ടും സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പോൾ സാറിൻ്റെ ഇതുപോലുള്ള ട്രിക്കുകളൊക്കെ ഇനിയും കൂടുതൽ മക്കളിലേക്ക് വരും.